പൊടിയുടെ അലർജി ഉണ്ട് നമുക്കറിയാം ചില ആളുകൾക്ക്. ഇപ്പം എനിക്ക് ചെമ്മീൻ കഴിച്ചു കഴിഞ്ഞാൽ അലർജിയാണ്. അപ്പോൾ ഫുഡ് അലർജീനെ കുറിച്ച് അറിയാം. ബാക്കി നമുക്കറിയാത്ത എന്തൊക്കെ ടൈപ്പ് അലർജീസ് ഉണ്ട്, എത്ര അലർജീസ് ഉണ്ട്? രാവിലത്തെ ഈ തുമ്മലിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഇത് തന്നെ നമുക്ക് ചിലർക്ക് ഉണ്ടാവും. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ മുഖം കഴുകുന്ന സമയത്ത് അല്ലെങ്കിൽ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ തന്നെ തുമ്മലോടുകൂടി എഴുന്നേൽക്കുന്ന ആൾക്കാരുണ്ട്. ഇത് അലർജിക് റൈനൈറ്റിസ് എന്ന് പറയുന്ന അസുഖമാവാം, അല്ലെങ്കിൽ വാസോമോട്ടോ റൈനൈറ്റിസ് എന്ന് പറയുന്ന അസുഖമാവാം. ഈ അലർജിക് റൈനൈറ്റിസ് എന്ന് പറയുന്ന സമയത്ത് ഇത് ഈ രാവിലത്തെ ഈ തുമ്മലിൽ മാത്രം അവസാനിക്കില്ല. അത് ആ ഫ്രീക്വൻസി ആയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ദിവസങ്ങളിൽ 2 or 3 തവണ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഉണ്ടാവും, ഇടവേളകളിൽ വരെ. ഈ വാസോമോട്ടോ റൈനൈറ്റിസ് എന്ന് പറയുന്നത് വെച്ചാൽ പെട്ടെന്ന് ഉണ്ടാവുന്ന ഒരു അറ്റ്മോസ്ഫിയറിലുള്ള ഒരു ചേഞ്ച്, അല്ലെങ്കിൽ ടെമ്പറേച്ചർ പെട്ടെന്ന് കുറയൊക്കെ ചെയ്യുന്ന സമയത്ത് ശരീരം കാണിക്കുന്ന ഒരു റെസ്പോൺസാണ് ഈ തുമ്മൽ. ഈ വാസോമോട്ടോ റൈനൈറ്റിസുള്ള ആൾക്കാർക്ക് ഞാൻ പറയുന്ന ഒരു ടിപ്പാണ്, കാരണം ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കുളിക്കുന്ന സമയത്ത് പലർക്കും ഭയങ്കര തുമ്മൽ കാണിക്കും. അത് ഈ പറഞ്ഞ ടെമ്പറേച്ചറാണ്. കാരണം ശരീരത്തിനകത്തൊരു ടെമ്പറേച്ചറും നമ്മൾ കുളിക്കുന്ന സമയത്ത് പെട്ടെന്ന് തണുപ്പ്, ആ ഒരു ടെമ്പറേച്ചർ ചേഞ്ചസിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര തുമ്മലുണ്ടാവും. അപ്പോൾ ആ സമയത്ത് ചെയ്യാവുന്ന കാര്യം, വായയിൽ നമ്മൾ കുളിക്കുന്ന വെള്ളത്തിൻ്റെ അത് ഒരു കയ്യിലെടുത്തിട്ട് കുറച്ച് വായലാക്കിയിട്ട് കുളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനകത്ത്, അതായത് നമ്മുടെ മ്യൂക്കസ് മെമ്പറൈനിൽ അകത്ത് ഈ തണുപ്പ് തട്ടി ഇതേ ടെമ്പറേച്ചറാണ് പുറത്ത് വരുന്നത്. അപ്പോൾ അവർക്ക് ആ തുമ്മൽ രാവിലത്തെ കുറെ കുറയ്ക്കാൻ സാധിക്കും. നമ്മൾ തണുത്ത വെള്ളത്തിലാണ് കുളിക്കുന്നെങ്കിൽ അത് കുറച്ചെടുത്ത് വായിൽ, ചൂടുവെള്ളത്തിലാണെങ്കിൽ അതാണെങ്കിലും സെയിം തന്നെ. ഇത് വാസോമോട്ടോ റൈനൈറ്റിസ് എന്ന് പറയുന്ന കണ്ടീഷനിൽ ഇത് വർക്ക് ആവുള്ളൂ. അലർജിക് റൈനൈറ്റിസ് എല്ലാ കണ്ടീഷൻസിലും ഇത് വർക്ക് ആയിക്കൊള്ളണം എന്നില്ല. കരപ്പൻ അല്ലെങ്കിൽ എക്സിമ, ടോപ്പിക് എക്സിമ എന്ന് പറയുന്ന അസുഖം, ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ആണ്. നമ്മൾ അലർജിക് എക്സിമ എന്ന് നമ്മൾ ചിലപ്പോൾ അതിനെ പറയാറുണ്ട്. പിന്നുള്ളതാണ് നമ്മൾ പറയുന്നത് ഫുഡ് അലർജീസ്. പലതരത്തിലുള്ള ഫുഡ് അലർജീസ്. അതിൻ്റെ റെസ്പോൺസ് എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോ തരത്തിലായിരിക്കും. ചിലർക്ക് അത് കഴിച്ച ഉടനെ വയറുവേദന വരാം, ചിലർക്ക് ഡയറിയ ആയിരിക്കാം, ചിലർക്ക് ശരീരത്തിൽ ചൊറിഞ്ഞ് പൊന്തും. അർട്ടിക്കേറിയ എന്ന് പറയുന്ന ഒരു അസുഖം, അതൊരു ടൈപ്പ് അലർജിയാണ് അർട്ടിക്കേറിയ എന്ന് പറയുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഫൈനലി ആസ്മ. നമുക്ക് ഈ അലർജിക് റൈനൈറ്റിസ് എന്ന് പറയുന്നത് ഇൻഫ്ലമേഷൻ, ഐറ്റിസ് എന്ന് പറയുന്നത് എന്തും ഇൻഫ്ലമേഷനാണ്. അപ്പോൾ അലർജിക് റൈനൈറ്റിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂക്കിൻ്റെ ഉള്ളിലുള്ള നേസൽ ലൈനിങ്ങിലാണ് ആദ്യം ഈ ഇൻഫ്ലമേഷൻ ഉണ്ടാവുന്നത്. ഇതെല്ലാം കണക്റ്റഡ് ആണ് ഉള്ളിലേക്കും, ഒരേ ലൈനിങ് തന്നെയാണ് ഇതിൽ കണക്റ്റഡ് ആണ്. അപ്പോൾ നമ്മൾ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നില്ലെങ്കിൽ ഇവിടെ ഇൻഫ്ലമേഷൻ തുടങ്ങി മെല്ലെ അകത്തേക്ക് വന്ന് ആ എയർവേ പാസേജ് മെല്ലെ ബ്ലോക്ക് ആവുകയാണ്. അപ്പോഴാണ് ഈ ആസ്മ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിൽ എത്തുന്നത്.